വെൽക്കം ടു ഇംബക്സ്. നമ്മൾ നോക്കാൻ പോകുന്ന ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഹെർബൽ മെഡിസിൻ ആണ്. സോ ഒരു ഹെർബൽ മെഡിസിൻ എങ്ങനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ഇത്രയും പഠിച്ച കാര്യമാണ്. അതായത് എഫിക്കസി, ക്വാളിറ്റി, സേഫ്റ്റി, ഷെൽഫ് ലൈഫും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഈവൻ ദോ ഒരുപാട് ഫാക്ടേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ലൈറ്റ്, ഓക്സിജൻ, മോയ്സ്ചർ, അല്ലെങ്കിൽ ഈവൻ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എക്സിപ്പിയൻസ് പോലും നമ്മൾ നോക്കാറുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് ഉണ്ടോ, മൈക്രോബിയൽ കണ്ടാമിനേഷൻ വരുന്നുണ്ടോ, അപ്പൊ എല്ലാം നോക്കാറുണ്ട്. അപ്പൊ ഈ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഈ ഒരു സാധനം നമുക്ക് ഹ്യൂമൻ യൂസിന് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ചില സമയത്ത് സ്റ്റെബിലിറ്റി ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതായത് സ്റ്റെബിലിറ്റി സ്റ്റഡി ഷുഡ് ബി പെർഫോം ഓൺ അറ്റ്ലീസ്റ്റ് 3 പ്രൊഡക്റ്റ് ബാച്ചസ് ഓഫ് ഹെർബൽ പ്രൊഡക്റ്റ് ഫോർ പ്രൊപ്പോസ് ഷെൽഫ് ലൈഫ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറ്റ്ലീസ്റ്റ് 3 ബാച്ചെങ്കിലും എടുക്കുക, 3 ബാച്ചിലെങ്കിലും നോക്കുക, ആൻഡ് ലോങ് ടേം സ്റ്റെബിലിറ്റി ഒക്കെ പെർഫോം ചെയ്യുക. നാച്ചുറൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ നോക്കുക. എന്തിനാണ് സ്റ്റെബിലിറ്റി നോക്കുന്നത്? കാര്യം ഇതിനകത്തുള്ളതെല്ലാം പ്രോപ്പർ ആണോ, വേറെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സ്റ്റെബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ആദ്യം നമ്മൾ സ്റ്റെബിലിറ്റി സ്റ്റഡിക്ക് വേണ്ടി ഇനിഷ്യേറ്റ് ചെയ്യണം, അല്ലേ? സോ നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ബാച്ചസ് സെലക്ട് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അതിനുശേഷം ഷെൽഫ് ലൈഫ് ഡിറ്റർമിൻ ചെയ്യുക. ഇതാണ് നമ്മളുടെ ആക്ച്വൽ പ്രോസസ്സ് പറഞ്ഞാല്. ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്റ്റെബിലിറ്റി ഓഫ് എ ഹെർബൽ ഡ്രഗ്, ഇത് ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് ഫിസിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആണ്. നിങ്ങൾക്കറിയാം ഇമ്പ്യൂരിറ്റീസ് എത്രത്തോളം ബാധിക്കും, ക്രോസ് കണ്ടാമിനേഷൻ എത്രത്തോളം ബാധിക്കും, അത് മാത്രമല്ല മെറ്റബോളൈറ്റ്സ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എങ്ങനെ ബാധിക്കും, അത് മാത്രമല്ല ഇപ്പോൾ ഇൻസെക്ട്സ് ഒക്കെ ആണെങ്കിലും മൈക്രോബിയൽ കണ്ടാമിനേഷനും ഒക്കെ എങ്ങനെ ബാധിക്കും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അല്ലേ? അതെല്ലാം ഫിസിക്കൽ ഇൻസ്റ്റെബിലിറ്റി. കെമിക്കൽ ആണെങ്കിലോ അവിടെ എൻസൈമാറ്റിക് ഡിറ്റോറേഷൻ, എമൽഷൻ ബ്രേക്ക് ഡൗൺ, കെമിക്കൽ റിയാക്ഷൻസ്, നമ്മൾ എക്സിപ്പിയൻസ് ഒക്കെ ആഡ് ചെയ്യുമല്ലോ, ആ സമയത്തൊക്കെ അവിടെ ഡീഗ്രഡേഷൻ സംഭവിക്കാം. ഇനി ടെമ്പറേച്ചറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിൽ എന്ത് എല്ലാ കെമിക്കൽസും മിക്കവാറും ഒക്കെ ഡീഗ്രേഡ് ചെയ്യാറുണ്ട്. മോയ്സ്ചർ ആണെങ്കിലോ മോയ്സ്ചർ ചില സമയത്ത് കൂടിയാൽ തന്നെയും അല്ലെങ്കിൽ കുറഞ്ഞാൽ തന്നെയും ഡ്രഗുകൾ മാറ്റം വരാം. കൂടിക്കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എൻസൈംസ് ഉണ്ടെങ്കിലോ എൻസൈംസ് ഡീഗ്രഡേഷൻ കൂട്ടുകയാണ് ചെയ്യുക. ലൈറ്റ് ആണെങ്കിലോ ഹെവി ലൈറ്റ് ഒക്കെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പോഷറിനേക്കാൾ അധികമായി കിട്ടുവാണ് എന്നുണ്ടെങ്കിലൊക്കെ ഡീറ്റിയോറേഷൻ സംഭവിക്കാം എന്നുള്ളതാണ്. എൻവയോൺമെന്റൽ കണ്ടീഷൻ പറയുവാണെങ്കിൽ ടെമ്പറേച്ചർ, റെയിൻഫാൾ, സോയിൽ സ്റ്റോറേജ് കണ്ടീഷൻ ഒക്കെയാണ് വരിക. ആൻഡ് വേരിയബിലിറ്റി ഇൻ കോംപ്ലക്സ് മിക്സ്ചേഴ്സ്, അതായത് ഹെർബൽ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് മിക്സ്ചേഴ്സ് ആയിരിക്കും. അവിടെ ഒരുപാട് ഇതിൽ പ്രോസസ് അടക്കം അല്ലെ എക്സ്ട്രാക്ഷൻ, ഐസൊലേഷൻ ഒക്കെ നടക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല, പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് അല്ല ഫോളോ ചെയ്തില്ലെങ്കിൽ ഷെൽഫ് ലൈഫ്, കോൺസെൻട്രേഷനൊക്കെ ബാധിക്കാം. ഇനി ഡ്രഗ് ഇന്ററാക്ഷൻ, ഡിറ്റോറേഷൻ, ഡീകമ്പോഷൻ, നമ്മൾ ഈ പറഞ്ഞ എല്ലാം തന്നെ ഒരുമിച്ചാണ്. മോയ്സ്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളിലേക്ക് വരാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞത്? ഫിസിക്കൽ ഇൻസ്റ്റെബിലിറ്റി പറഞ്ഞു, അല്ലെ? ആൻഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻ പറഞ്ഞു, കെമിക്കൽ ഇൻസ്റ്റെബിലിറ്റി പറഞ്ഞു, വേരിയബിലിറ്റി ഇൻ കോംപ്ലക്സ് മിക്സ്ചറും പറഞ്ഞു. അത്ര നോക്കിക്കോളാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, എല്ലാം വീണ്ടും റിപ്പീറ്റേഷൻ ആണ്. സോ റോൾ ഓഫ് മാർക്കറ്റ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഹെർബൽ ഡ്രഗ്. സോ മാർക്കറ്റ്സിന് എന്താണ് ഇത്ര ഒരു ഡ്രഗിന്റെ സ്റ്റെബിലിറ്റി നോക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഡ്രഗ് അല്ലാത്ത നിങ്ങൾ പോയി വാങ്ങും? ഇല്ല, അല്ലേ? ഒരിക്കലും വാങ്ങില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് എഫക്റ്റസി കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഡ്രഗുകൾ മാത്രമേ നിങ്ങൾ പോയി വാങ്ങത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ആ ഹെർബൽ ക്വാളിറ്റിക്ക് അല്ലെങ്കിൽ ഹെർബൽ മെഡിസിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തേണ്ട അത്യാവശ്യം തന്നെയാണ്. അവിടെയാണ് നമുക്ക് അനാലിസിസ് ലൈക്ക് HPLC, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി, TLC, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാം. ഈ HPLC അതായത് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, GC അല്ലെങ്കിൽ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ഒക്കെ പ്യൂരിറ്റി അല്ലെങ്കിൽ കമ്പോണൻസിനെ അസൈ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഷെൽഫ് ലൈഫും എക്സ്പിറേഷൻ ഡേറ്റും എങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് അതുവരെ നമുക്ക് സ്റ്റേബിൾ ആയിരിക്കും, അല്ലെ? അത് നമ്മൾ റെക്കമെൻഡ് കണ്ടീഷൻ ആണ്. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, ഇറ്റ്സ് നോട്ട് ഫിറ്റ് ഫോർ യൂസ്, അല്ലെ? ഇനി ഷെൽഫ് ലൈഫ് ആണെങ്കിൽ എന്താണ്, നമുക്ക് എത്ര നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് വരും. റീറ്റെയിൻ ഫിറ്റ്നസ് ഫോർ യൂസ് ലെസ് ദാൻ 90% ഓഫ് ലേബൽ പൊട്ടൻസി. ഇപ്പൊ നമ്മൾ പറയുന്നതിനേക്കാൾ 90% വരെ ഉണ്ട്, അതിനേക്കാൾ താഴേക്ക് ഒരിക്കലും പോവില്ല. അതാണ് ഷെൽഫ് ലൈഫ് എന്ന് പറയാം, കേട്ടോ. അപ്പൊ ഒന്നെങ്കിൽ ഷെൽഫ് ലൈഫ് എന്ന് പറയാ, ഇല്ലെങ്കിൽ എക്സ്പിറേഷൻ ഡേറ്റ് പറയാ, രണ്ടും ഏകദേശം ഒന്നിനാണ്. പക്ഷെ ഷെൽഫ് ലൈഫ് എന്ന് വെച്ചാൽ ബിലോ 90% പോവില്ല. എക്സ്പിറേഷൻ ഡേറ്റ് ആണെങ്കിൽ റെക്കമെൻഡ് യൂസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഫോർ യൂസ് ആണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് സ്റ്റെബിലിറ്റി ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടോകോൾസ് ഉണ്ടോ? ഫസ്റ്റ് വൺ ബാച്ച് ആണ്. സോ സ്റ്റെബിലിറ്റി സ്റ്റഡി നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, സിംഗിൾ ബാച്ചിലാണ് നമ്മൾ ചെയ്യുക. സോ ജനറലി കണ്ടക്ട് ഓൺ എ സിംഗിൾ ബാച്ച്. രജിസ്ട്രേഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഓർ അൺസ്റ്റേബിൾ എസ്റ്റാബ്ലിഷ് പ്രൊഡക്റ്റ് ടെസ്റ്റ് ആർ പെർഫോം ഓൺ ദ ഫസ്റ്റ് 3
പ്രൊഡക്ഷൻ ബാച്ചസ്. അപ്പോൾ അൺസ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 സെറ്റ് ഓഫ് ബാച്ചസ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടാവുക. സ്റ്റേബിൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബാച്ച് എവറി 2 മേ ബി സഫീഷ്യൻ. അപ്പം ഇനിയിപ്പം സ്റ്റേബിൾ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് നോർമൽ റുട്ടീൻ ചെക്കപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ 2 മതിയായിരിക്കും. ഇല്ല പുതിയ പ്രൊഡക്റ്റ് ആണ്, അൺസ്റ്റേബിൾ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 3 സെറ്റ് ഓഫ് എടുക്കാം. ഇനി കണ്ടെയ്നർ ക്ലോഷർ, testing container on the product on immediate container and closure, Indian for marketing, such as aluminum stripe packet, blister pack and HDPE bottle. So ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് കണ്ടെയ്നർ ക്ലോഷേഴ്സും ഒക്കെ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. സ്റ്റോറേജ് ഓറിയന്റേഷൻ പറയുവാണ് എന്നുണ്ടെങ്കിൽ ഡിറ്റർമൈൻ വെദർ കോൺടാക്ട് ബിറ്റ്വീൻ ദ ഡ്രഗ് പ്രൊഡക്റ്റ് ഓർ സോൾവെന്റ് ആൻഡ് ദ ക്ലോഷർ റിസൾട്ട് ഇൻ കെമിക്കൽ എക്സ്ട്രാക്ഷൻ ഫ്രം ക്ലോഷർ കമ്പൗണ്ട് ഓർ അഡ്സോർപ്ഷൻ ഓഫ് പ്രൊഡക്റ്റ് കമ്പൗണ്ട്. സോ സ്റ്റോറേജ് ഓറിയന്റേഷനിൽ പറയുന്ന വെച്ചാൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പല സാധനങ്ങൾ സ്റ്റോർ ചെയ്യുമ്പം ഇതിന്റെ ക്ലോഷർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ആയിക്കോട്ടെ അവിടെയൊക്കെ ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ഓറിയന്റേഷൻ എല്ലാം നമ്മൾ പറയണം. ഡിറ്റർമൈൻ വെദർ കോൺടാക്ട് ബിറ്റ്വീൻ ദ ഡ്രഗ് പ്രൊഡക്റ്റ് ഓർ സോൾവെന്റ് ആൻഡ് ദ ക്ലോഷർ റിസൾട്ട് ഇൻ ദ കെമിക്കൽ എക്സ്ട്രാക്ഷൻ. ഇപ്പൊ ചില കുപ്പിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും അടച്ചു വെക്കുമ്പോൾ ലീച്ചിങ് ഒക്കെ സംഭവിക്കും. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും അച്ചാറിട്ട് വെക്കരുതെന്ന് പറയും. എന്തുകൊണ്ടാണ് ലീച്ചിങ് ഒക്കെ സംഭവിക്കും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് കേട്ടോ. സോ ഭരണി തന്നെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്ന റീസൺ അതൊക്കെ കൊണ്ടാണ്. ഫ്രീക്വൻസി ഓഫ് ടെസ്റ്റിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ഷെൽഫ് ലൈഫ് അറ്റ്ലീസ്റ്റ് 12 മന്ത് ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത് കേട്ടോ. ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യേണ്ടി വരും. എവറി 3 മന്ത് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എവറി 3 മന്ത് നമ്മൾ ചെയ്യണം, ഷെൽഫ് ലൈഫ് ടെസ്റ്റ് ചെയ്യണം. എവറി 6 മന്ത് ഡ്യൂറിംഗ് സെക്കൻഡ് ഇയർ ആൻഡ് ദെയർഫോർ അണ്ടിൽ ദ പ്രപ്പോസ് ഷെൽഫ് ലൈഫ് ഫോർ എക്സ്പിറേഷൻ ഡേറ്റ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പ്രപ്പോസ് ഷെൽഫ് ലൈഫ് അറ്റ്ലീസ്റ്റ് 12 മന്ത് ആയിരിക്കും. ലോങ് ടേം സ്റ്റോറേജ് കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ ആദ്യത്തെ 1 വർഷം ചെയ്യുക, പിന്നെ 6 മാസം കൂടുമ്പോൾ 2ാമത്തെ വർഷം ചെയ്യുക, പിന്നെ ആനുവലി നമ്മൾ എന്ത് ചെയ്യുക എക്സ്പിറേഷൻ ഡേറ്റ് വരെ നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ലോങ് ടേം പെർഫോം ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. സാമ്പിളിംഗ് പ്ലാനിങ്. സോ പ്ലാനിങ് ദ നമ്പർ ഓഫ് സാമ്പിൾ ടു ബി ടെസ്റ്റ് ദ സ്റ്റഡി ടു എൻഷുർ കംപ്ലീറ്റ് ഇവാലുവേഷൻ. നമ്മൾ പ്ലാൻ ചെയ്യണം, ഇത്രയാണ് നമ്മൾ സാമ്പിൾ എടുക്കാൻ പോകുന്നത്, ഇത്രയും ചെയ്യുന്നത്. ടെസ്റ്റ് പാരാമീറ്റേഴ്സ് ലൈക്ക് ക്വാളിറ്റി, പ്യൂരിറ്റി, പൊട്ടൻസി, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്, മൈക്രോബയോളജിക്കൽ ടെസ്റ്റിംഗ്, റിസൊല്യൂഷൻ, മോയ്സ്ചർ, അസേ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ വേണം. സത്യം പറഞ്ഞത് ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ സ്വന്തമായി എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്രൊമാറ്റോഗ്രഫി ടെക്നിക്കിന്റെ ആപ്ലിക്കേഷൻ ആണ്. സോ ക്രൊമാറ്റോഗ്രഫി പല ടൈപ്പ് ഉണ്ട്. ഹെർബൽ പ്രൊഡക്ട്സിന് പല രീതിയിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി അല്ലെങ്കിൽ TLC ആണ്. സോ TLC എന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈഡ് ടെക്നിക്കാണ്. ഹെർബൽ പ്രൊഡക്ട്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. സോ റാപ്പിഡ് അനാലിസിസ് നമുക്ക് പോസിബിൾ ആണ്, ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. നാച്ചുറൽ പ്രൊഡക്റ്റ് ലൈക്ക് എസെൻഷ്യൽ ഓയിൽ, ഗ്ലൈക്കോസൈഡ്സ്, ആൽക്കലോയിഡ്സ് ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ പെസ്റ്റിസൈഡ്സ് ഉണ്ടോ, ഇൻസെക്ടിസൈഡ്സ് ഉണ്ടോ, സ്വീറ്റനിങ് ഏജന്റ് ഉണ്ടോന്ന് അറിയാൻ പറ്റും. പിന്നെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ലൈക്ക് ഹെർബൽ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, നമ്മുടെ TLC. ഇനി ഹൈ പെർഫോമൻസ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ആണ് എന്നുണ്ടെങ്കിൽ ബെറ്റർ റെസൊല്യൂഷൻ ആണ്. ഈവൻ സ്മോളർ പാർട്ടിക്കിൾസ് പോലും ആണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബെറ്റർ റിസൾട്ട്. സോ ക്വാണ്ടിറ്റി ക്വാളിറ്റി പോസിബിൾ ആണ്. സോ സോഫ്റ്റ്വെയർസ് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അനാലിസിസ് പാരാമീറ്റേഴ്സിനൊക്കെ വൈഡ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. മിനിമൽ മൊബൈൽ ഫേസ് മതിയായിരിക്കും എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ TLC, HPTLC ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 7th സെമ്മിലും. അപ്പൊ നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യുക കേട്ടോ. എക്സ്ട്രാ പോയിന്റ്സ് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് നോട്ട് വായിച്ചാലും മതി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി ആണ്. പറഞ്ഞതുപോലെ സെപ്പറേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്വാണ്ടിഫിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഹൈ സെപ്പറേഷൻ റെസൊല്യൂഷൻ ആണ്. മൊബൈൽ ഫേസ്, വേരിയബിൾ മൊബൈൽ ഫേസിനൊക്കെ അലോ ചെയ്യാറുണ്ട്. ആൻഡ് പ്രിസൈസ് ആണ്. മിനിമൽ സാമ്പിൾ ക്വാണ്ടിറ്റി മതി എന്നുള്ളതാണ്. ഇതൊക്കെ മിനിമൽ ആയിട്ടുള്ള സാമ്പിൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഗ്യാസ് ആണെങ്കിൽ അറിയില്ല, വോളറ്റിൽ കോമ്പൗണ്ട്സിനാണ് യൂസ് ചെയ്യുക. ലൈക്ക് കോംപ്ലക്സ് മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ, ഫാറ്റി ആസിഡ്സിനെ കൂടുതൽ ഉപയോഗിക്കുക. ഫാർമസ്യൂട്ടിക്കൽ ഫുഡ് പ്രൊഡക്ഷൻസിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കോളമാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രൂ എ സോൾഡ് അഡ്സോർബന്റ് വഴി കടത്തി വിടുവാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ്. ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഐസൊലേറ്റ് ചെയ്യുക, ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ അറിയുക, ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് കോളം ക്രോമാറ്റോഗ്രഫി നമ്മൾ ചെയ്യുന്നത്. സോ ഇതിന്റെ പിക്ചേഴ്സ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ വരച്ചാൽ മാർക്ക് കിട്ടും കേട്ടോ. ഇനി ജെൽ പെർമേഷൻ ക്രോമാറ്റോഗ്രഫി ആണ്, GPC ആണ്. സൈസ് എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രഫി എന്നും പറയാറുണ്ട്. സോ യൂസ്ഡ് ഫോർ മോളിക്കുലർ സൈസ് ബേസ്ഡ് സെപ്പറേഷൻ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, മോളിക്കുലർ സൈസ് ബേസ്ഡ് സെപ്പറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സെപ്പറേറ്റ് പ്രോട്ടീൻ, പോളിസാക്കറൈഡ്, എൻസൈംസിനൊക്കെയാണ്. അത് മാത്രമല്ല ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. മിനിമൽ സാമ്പിൾ ലോസ് ആയിരിക്കും. എന്താണ് മിനിമൽ സാമ്പിൾ ലോസ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ ഇനി നമ്മൾ എങ്ങനെയാണ്
ഒരു ഡോക്യുമെന്റ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ NDA ആൻഡ് എക്സ്പോർട്ട് രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി നിങ്ങളിത് പഠിച്ചിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് എന്നുള്ളത്. ഈ പൈൽ പ്ലാൻ സ്കെയിലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇൻ US ന്യൂ ഡ്രഗ് റിക്വയർഡ് FDA അപ്രൂവൽ വിയ ആൻഡ് NDA ബിഫോർ കൊമേഴ്സ്യലൈസേഷൻ. സോ FDA വഴി NDAയിൽ കൂടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ പുതിയൊരു ഡ്രഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇറക്കാനായിട്ട് പറ്റുള്ളൂ. ഇന്ത്യയിൽ ആയുർവേദ, സിദ്ധ, യുനാനി ആണ് എന്നുണ്ടെങ്കിൽ അത് സേഫ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ എന്താണ്, ഇപ്പൊ നമുക്ക് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെങ്കിൽ നമ്മളിന് മുന്നേ ഉപയോഗിച്ചിട്ടില്ല, റീഫോർമുലേഷൻ ഒന്നും അല്ല, പുതിയ ഡ്രഗ് തന്നെയാണെന്നുണ്ടെങ്കിൽ ആസ് പെർ കോസ്മെറ്റിക് ആക്ട് 914 മാർക്കറ്റിംഗ് അപ്രൂവൽ ഒക്കെ നമുക്ക് സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ നമുക്ക് അപ്രൂവൽ കിട്ടേണ്ടത് ആവശ്യമാണ്. മാനുഫാക്ചർ ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ, അത് ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ത് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിലും അപ്രൂവൽ കിട്ടേണ്ടത് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ DCGI ആണ്. ഷെഡ്യൂൾ Y വിത്ത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിനിക്കൽ ട്രയൽസിലേക്ക് പോവുകയും സേഫ്റ്റി എഫിക്കസി ഡേറ്റ കൊടുക്കുകയും സ്റ്റെബിലിറ്റി സ്റ്റഡീസ് നോക്കുക, ക്വാളിറ്റി കൺട്രോൾ മെഷർ ചെയ്യുക. അപ്രൂവലിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രഗിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഇത്രയും പ്രൊസീജിയർ നടക്കണം. ഇത്രയും പ്രൊസീജിയർ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പൈൽ പ്ലാനിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പാർട്ടും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഫർദർലി വരിക. ഇപ്പൊ ഇത്രയും പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.